കൃഷ്ണ പല്ലവി. രചന കുഞ്ഞി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പരിചയപ്പെടാൻ വരുന്നവർക്ക് മുമ്പിൽ തന്റെ പാതിയെ ചേർത്ത് പിടിച്ച് പരിചയപ്പെടുന്ന യാദവിനെ കാണുന്തോറും പലർക്കും ആശ്ചര്യവും അസൂയയും തോന്നിപ്പോയി. അവന് ചുറ്റുമുള്ളവർ അവന് നൽകുന്ന കെയർ, സ്നേഹം എല്ലാം കാണുന്തോറും പലർക്കും അതിശയം തോന്നിപ്പോയിരുന്നു. പ്രോഗ്രാം തുടങ്ങി അല്പം കഴിഞ്ഞതും ദേവന്, രഘുവും പത്മിനിയും റീനയും സ്റ്റേജിലേക്ക് കയറി. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും അല്പസമയം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് ഈ ശുഭവേളയിൽ മറ്റൊരു മംഗളകർമ്മം കൂടി നടക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, എൻ്റെ ഇളയമകൾ ശ്രീവിദ്യ എന്ന ഞങ്ങളുടെ മണിക്കുട്ടിയുടെ എൻഗേജ്മെന്റ്. അത്രയും കേട്ടതും ഹാളിൽ കയ്യടികൾ ഉയർന്നു. അബിയും മണിക്കുട്ടിയും കാര്യം കേട്ടതിന് ഞെട്ടലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ മുഖത്ത് നിറഞ്ഞ ശരിയായിരുന്നു. അബിയോടും മണിക്കുട്ടിയോടും ഈ കാര്യം ആരും സൂചിപ്പിച്ചിരുന്നില്ല. വരം വേറെ ആരുമല്ല, എൻ്റെ ഭാര്യ സഹോദരൻ രഘുനാഥിൻ്റെയും ഭാര്യ റീനയുടെയും മകൻ. അതിലുപരി എൻ്റെ മകളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വന്തം അഭിനവ്. എന്നിട്ടും സ്റ്റേജിലേക്ക് കയറി വരാതെ കണ്ണു തള്ളി നിൽക്കുന്ന അബിയെയും മണിക്കുട്ടിയെയും കണ്ട് രഘു മൈക്ക് വാങ്ങി. കണ്ണു മിഴിച്ചിക്കാതെ ഇങ്ങോട്ട് കേറി വാ പിള്ളേരെ. അത് കേട്ട് രണ്ടാളും ചിരിയോടെ സ്റ്റേജിലേക്ക് കയറാൻ മുന്നോട്ട് നടന്നു. രണ്ടുപേരുടെയും കോർത്തു പിടിച്ച കൈകൾ വല്ലാതെ മുറുകുന്നുണ്ടായിരുന്നു. രണ്ടാളുടെയും സന്തോഷം അതിലൂടെ തന്റെ പാതിക്ക് മനസ്സിലായിരുന്നു. അബിയും മണിക്കുട്ടിയും എല്ലാവർക്കും നടുവിൽ ചെന്ന് സന്തോഷത്തോടെ നിന്നു. അബിയുടെ അരികിൽ രഘുവും റീനയും നിന്നു. മണിക്കുട്ടിക്കരികിൽ ദേവനും പത്മിനിയും ഉണ്ണിയും അച്ചുവും നിന്നു. മോതിരമടങ്ങിയ ചെറിയ ബോക്സ് ദേവൻ കയ്യിലെടുത്ത് മുന്നോട്ട് നീക്കുമ്പോൾ അവിടെ നിന്ന് 8 ജോഡി കണ്ണുകൾ തിരഞ്ഞത് അവനെയും അവന്റെ പാതിയെയുമായിരുന്നു. സ്റ്റേജിന് താഴെ തങ്ങളെ നോക്കി നിറച്ചിരിയോടെ നിൽക്കുന്ന യാദവും അവന്റെ കൈക്കുള്ളിൽ അവന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന പല്ലവിയും. കയറി വാടകണ. ദേവന്റെ സ്നേഹത്തോടെയുള്ള വിളി കേട്ടതും യാദവും പല്ലവി അതേ ചിരിയോടെ സ്റ്റേജിലേക്ക് കയറി. മോതിരം പരസ്പരം മാറുമ്പോൾ മണിക്കുട്ടി അബി ഒരുപോലെ ആനന്ദാശ്രു പൊഴിച്ചു. അബി അവളുടെ നെറുകയിൽ മേലെ ചുണ്ടുകൾ ചേർത്തു. ചുറ്റും കൈയടികൾ ഉയർന്നതും അബി മണിക്കുട്ടിയെ ഒരു കൈയാൽ ചേർത്ത് പിടിച്ചു. 2 പേരൻസിനെയും സെന്ററിലിരുത്തി ചുറ്റും തന്റെ ഇണകളെയും ചേർത്ത് പിടിച്ച് പല പോസുകളിൽ അവർ കുടുംബചിത്രം എടുത്തു. അതിനിടയിൽ യാദവ് എന്തോ പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാവരും ചിരിച്ചുപോയി. അപ്പോൾ തന്നെ ക്യാമറാമാൻ ആ നിമിഷം ക്യാമറയിൽ പകർത്തി. പെർഫെക്റ്റ് ക്ലിക്ക്. അയാളിൽ നിന്ന് കമന്റും ഉയർന്നു. എന്നാൽ ആ കുടുംബത്തിന്റെ സന്തോഷം കണ്ടതും തിരക്കുകൾക്കിടയിൽ പതുങ്ങിയിരുന്ന ആ കണ്ണുകളിൽ വല്ലാത്ത അസ്വസ്ഥത തോന്നി. ആ കണ്ണുകളിൽ കടന്നുകൂടിയ ചുവപ്പ് ആ കുടുംബത്തിന്റെ സന്തോഷം തകർക്കാനുള്ള പകയായി പരിണമിച്ചു. ആ ചുവന്ന കണ്ണുകൾ യാദവിൽ തന്നെ തറഞ്ഞു നിന്നു. ആ കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷവും അവനിൽ ചുറ്റിപ്പറ്റിയാണെന്ന് കടന്നുപോയ ചില നിമിഷങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായതാണ്. അവന്റെ മുഖത്തെ ചിരിമാഞ്ഞാൽ ചുറ്റും നിൽക്കുന്നവരുടെ നെഞ്ചു തകരും. അപ്പോൾ അവൻ തന്നെ അവരിൽ നിന്ന് പിരിഞ്ഞാലോ? ആ കണ്ണുകളിൽ വക്രത നിറഞ്ഞു. ചതിയും കുറുക്കന്റെ കൗശലം നിറഞ്ഞു. യാദവിനെയും ആ കുടുംബത്തിലെ സന്തോഷത്തിലേക്കും ഒരിക്കൽ കൂടി നോക്കി അയാൾ തിരിഞ്ഞു നടന്നു. ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ചുണ്ടുകൾ മന്ത്രിച്ചത് അവന്റെ നാമമായിരുന്നു. എനിക്ക് കിട്ടിയ തുറുപ്പ് ചീട്ട് യാദവ്, എല്ലാവരുടെയും കണ്ണൻ യാദവ് കൃഷ്ണ. അവസാന നാമം പറയുമ്പോൾ ആ ചുണ്ടിൽ പുച്ഛത്തോടെ ചിരി ഉണർന്നു. മണിക്കുട്ടിയും പല്ലവി അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം മേരിക്കുട്ടിയും ദീപവും ഉണ്ട്. ഉണ്ണിയേട്ടന്റെ കല്യാണത്തിന് അവരും അതിഥികളായിരുന്നു. കൂടെ യാദവിന്റെ ഫ്രണ്ട്സുമുണ്ട്. ഓഡിറ്റോറിയം മുഴുവൻ പാട്ടിന്റെ വരികൾ മുഴങ്ങിയതും എല്ലാവരുടെയും ശ്രദ്ധ സ്റ്റേജിലേക്ക് നീങ്ങി. യാദവും അബിയും ഷാരു വിവിയും ഐഡിയയിൽ തന്നെയുള്ള അവരുടെ മറ്റു ഫ്രണ്ട്സും ചൂടുകളൊക്കെ തയ്യാറായി സ്റ്റേജിൽ നിരുന്നു. ഹാർഡ് എന്നാൽ കാണുന്നവർക്ക് സിമ്പിളായി തോന്നിപ്പിക്കുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് ആയിരുന്നു അവർ കാഴ്ചവെച്ചത്. യാദവിന്റെ കണ്ണുകൾ പല്ലവിയിലായിരുന്നു. ആ കണ്ണുകളിലെ തിളക്കം കാണും തോറും പല്ലവിക്ക് തോന്നിപ്പോയി ആ വരികൾ അവൾക്കായി അവൻ തീർക്കുന്ന മാന്ത്രിക വരയാണെന്ന്. സ്റ്റെപ്പ് കളിച്ചുകൊണ്ട് തന്നെ അവർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നു. യാദവും അബിയും പല്ലവിയും മണിക്കുട്ടി അരികിലേക്ക് വന്നു. പിന്നീടുള്ള മ്യൂസിക്കിൽ അബി മണിക്കുട്ടിയെയും യാദവ് പല്ലവിയെയും ചേർത്ത് പിടിച്ച് ഡാൻസ് കളിച്ചു. ഷാരുവിനോടും വിവിയോടും ഒപ്പം മേരിക്കുട്ടിയും ദീപവും ചുവടുകൾ വെച്ചു. പല്ലവിക്ക് യാദവിനൊപ്പം ഡാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും മണിക്കുട്ടിക്ക് ഡാൻസിന്റെ ABCD അറിയാത്തതുകൊണ്ട് അവൾ നന്നായി ബുദ്ധിമുട്ടി. എന്നാലും അബി അവളെ ഹെൽപ്പ് ചെയ്ത് അവൾക്ക് വഴങ്ങുന്ന രീതിയിലാണ് കളിച്ചത്. ഡാൻസ് കളിക്കുമ്പോൾ യാദവിന്റെയും പീഡയും കണ്ണുകൾ പരസ്പരം കോർത്തിണക്കിയിരുന്നു. ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ച് അവരിലേക്ക് മാത്രം രണ്ടാളും ഒതുങ്ങി കൂടിയിരുന്നു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പാട്ടിന്റെ വരികൾ മൂളുന്നതിനൊപ്പം അവൻ ചുവടുകളും വെച്ചു. അവസാന വരികളിൽ ചുറ്റും കൂടി നിന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അവൻ അവളെ മൊത്തമായി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് കള്ളച്ചിരി ചിരിച്ചു. ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥതലങ്ങൾ മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും അവന്റെ കണ്ണുകളിലെ കുസൃതി ചിരി പല്ലവിയുടെ കണ്ണുകളിലും നാണം വിരിയിച്ചു. കവിളുകളിലേക്ക് രക്തം ഇരച്ച് കയറി. വല്ലാത്ത പരവേശം തോന്നി. തങ്ങളുടെ പരസ്പര സംഗമം അവൻ അത്രയും ആഗ്രഹിക്കുന്നു എന്നവൾക്ക് തോന്നി. അവനെ നോട്ടം നേരിടാൻ കഴിയാതെ അവൾ മുഖം താഴ്ത്തി. തൻ്റെ നാണം മറക്കാൻ അവൾ നടത്തുന്ന ഒരു പാഴ് ശ്രമം കൂടിയായിരുന്നു അത്. എന്നാൽ അവിടെ ഓരോ മുഖഭാവങ്ങളും മനഃപ്പാടമായ യാദവിന് അവളുടെ ആ നാണം പോലും കുസൃതി നിറച്ചു.
വീണ്ടും പാട്ടുകൾ മാറി മാറി വന്നു. അവരോടൊപ്പം തന്നെ ബാക്കിയുള്ളവരും ചുവടുകൾ വെച്ചു. ആഘോഷങ്ങളുടെ സന്തോഷങ്ങളുടെ രാവ്. എല്ലാവരിലും സന്തോഷം മാത്രം. മുതിർന്നവരെന്നോ യൂത്ത് എന്നോ ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ആ രാവ് ആഘോഷമാക്കി. അവസാനത്തെ കലാശക്കൊട്ടിലെ ഡാൻസ് കൂടെ കഴിഞ്ഞതും എല്ലാവരും ക്ഷീണിച്ചിരുന്നു. എല്ലാവരും ഓരോ മൂലയിലായി സ്ഥാനം പിടിച്ചു. ഉണ്ണി നിലത്തി വിരിച്ചിരുന്ന മാറ്റിൽ നിന്ന് കൈരണ്ടും പിന്നിലേക്ക് ഊന്നിയിരിക്കുകയാണ്. വലിയ ലഹങ്കയുടെ സ്കേർട്ടും ചുരുട്ടി പിടിച്ച് അച്ചു അവനടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ടാളും നന്നേ കിതക്കുന്നുണ്ട്. പേടിക്കണ്ട, കിസ്സടിച്ച് കിതക്കുന്നതല്ല, ഡാൻസ് കളിച്ച് കിതക്കുന്നതാ. ബ്രൈഡ് ആൻഡ് ഗ്രൂം സെറ്റിൽ യാദവ് തളർന്നിരിക്കുന്നുണ്ട്. അവന്റെ ഒരു തോളിൽ ചാരി പല്ലവി ഇരിക്കുന്നുണ്ട്. മറുതോളിൽ ചാരി അഭിയിരിക്കുന്നുണ്ട്. അവന്റെ മടിയിൽ തലവെച്ച് മണിക്കുട്ടി ബാക്കിയുള്ള സ്ഥലത്ത് കൂനിക്കൂടി കിടക്കുന്നുണ്ട്. പെണ്ണിന് ക്ഷീണിച്ചിരി കൂടുതലാ. ഇവരുടെ കിടത്തം നോക്കി ചിരിയോടെ മറ്റുള്ള ചെയറിലിരിക്കുകയാണ് പത്മിനിയും ദേവനും രഘുവും റീനയും. മക്കളുടെ ഒരുമയും സന്തോഷവും കണ്ട് മതിമറന്നിരിക്കുകയാണ് അവർ. തങ്ങളുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്താൻ പാകത്തിനുള്ള കാര്യങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നതറിയാതെ. നന്ദനത്തിൽ തിരിച്ചെത്തി പല്ലവി ഫ്രഷായി ഒരു സിമ്പിൾ യെല്ലോ ആൻഡ് ബ്ലൂ ധാവണി ചുറ്റി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് യാദവ് റൂമിലേക്ക് കയറി വന്നത്. അവനെ കണ്ടതും ആദ്യമൊന്ന് പരിങ്ങി കളിച്ചെങ്കിലും പിന്നെ അവനെ മറികടന്ന് പോവാനാഞ്ഞു. എന്നാൽ അതിനു മുന്നേ യാദവ് അവളെ വലിച്ച ചുമരിനോട് ചേർത്ത് നിർത്തി. എന്താണ് പവിക്കുടന് പതിവില്ലാത്തൊരു കള്ളത്തരം? മുഖത്തേക്ക് വീണ് കിടക്കുന്ന നനഞ്ഞ മുടി ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് കുസൃതിയോട് അവൻ ചോദിച്ചു. എന്ത്? എനിക്ക് കള്ളത്തരൊന്നുമില്ല. ഓ, അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. പല്ലവി നിഷ്കളങ്കമായി ഒന്ന് മൂളി. അല്ല, നീ ഇങ്ങോട്ട് ഇങ്ങനെ ധൃതിപ്പെട്ട് ഓടുന്നു? എഴുതി ഒരു കാനുണ്ട്. ഇന്നവിടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, സെറ്റ് സാരിക്ക് ഉടുപ്പിച്ച് പൂവൊക്കെ ചൂടി കൊടുത്തൊന്ന് സുന്ദരിയാക്കാനുണ്ട്. പിന്നെ പാലൊക്കെ. പാവം കൊച്ച് വലിയ കാര്യത്തിന് പറഞ്ഞു വന്നതാ. പിന്നെ മാറി മറിയുന്ന യാദവിന്റെ മുഖഭാവം കണ്ടപ്പോഴാണ് കൊച്ചിന് എന്താ പറഞ്ഞെന്നുള്ള ബോധം വന്ന്. മൂർഖം പാമ്പിന്റെ പൊത്തിപ്പോയി തലയിട്ടവന്റെ അവസ്ഥ. അവളുടെ സംസാരം നിന്നു യാദവ് അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. അപ്പൊ നീ ഒരുങ്ങുന്നില്ലേ? ആർദ്രമായ ശബ്ദം. അവൾ അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. കുറുമ്പ്, കുസൃതി, പ്രണയം എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അവന്റെ നേരെ നീളുന്ന അവന്റെ ഓരോ നോട്ടത്തിനും അവളെ നിയന്ത്രിക്കാനുള്ള മാന്ത്രികതയുണ്ടായിരുന്നു. ഒരുങ്ങണോ? അവൾ അറിയാതെ ചോദിച്ചു പോയി. അവൻ വേണ്ടെന്ന് തലചലിപ്പിച്ചു. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഞാൻ ചാർത്തിയ സിന്ദൂരവും താലിയും പിന്നെ ആ പൊന്നരഞ്ഞാണോ മാത്രം മതി എൻ്റെ ഈ പെണ്ണിന്. വേറെയൊന്നും ഈ കുഞ്ഞുടലിൽ വേണ്ട. അവളുടെ കാതിനരികിലേക്ക് മുഖം ചേർത്ത് രഹസ്യം പോലെ അവൻ പറഞ്ഞതും അവളുടെ ശരീരം മുഴുവൻ കോരിത്തരിച്ചു. മുഖം ചുവന്ന് തൊടുത്തു കയറിയതും പല്ലവി അവനെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടിയിരുന്നു. അകന്നകന്നു പോകുന്ന കൊലുസിന്റെ കിലുക്കം കാതോർത്ത് യാദവ് നിന്നു. ചുണ്ടിൽ വിരിഞ്ഞ പതിവ് കള്ളച്ചിരിയുമായി. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുതുജന്മം, നീ എന്നും കാമാച്ചി. ഓ അച്ചു, ഓ അച്ചു, ഓ അച്ചു, വാ, അരെ വാ. യേശുദാസ് പാടും ഇതുപോലെ. ടേബിൾ മുകളിൽ കയറിയിരുന്ന ആപ്പിളും കടിച്ചെന്ന് ഫസ്റ്റ് നൈറ്റ് പോകാനൊരുങ്ങുന്ന അച്ചുവിനെ നോക്കി പാട്ട് പാടുകയാണ് മണിക്കുട്ടി. അച്ചു തന്നെ അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിടക്കെ കമന്റും പറയുന്നുണ്ട്. റീന അച്ചുവിനെ സാരി ഉടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മണിക്കുട്ടിയുടെ പാട്ട് കേട്ട് പൊട്ടി വരുന്ന ചിരി അടക്കി നിർത്തുന്നുണ്ട്. ഭാവി അമ്മായിമ്മയാണെന്ന് പോലും ഓർക്കാതെ പാടി വെറുപ്പിക്കുകയാണ് മണിക്കുട്ടി. അപ്പോഴാണ് പല്ലവി ഓടിക്കിതച്ച് അങ്ങോട്ടേക്ക് വന്ന്. അവളുടെ കിതപ്പും ചുവന്ന മുഖവും ചിരി ഒളിപ്പിക്കാൻ പാടുവിടുന്ന അധരങ്ങളും കണ്ട് റീനയും അച്ചുവും ഒരു കള്ളനോട്ടം നോക്കി ചിരിച്ചു. പല്ലവി ചമ്മി ചിരിച്ചുകൊണ്ട് മണിക്കുട്ടിയുടെ അടുത്ത് പോയി നിന്നു. എന്താണ് മോളെ ഒരു ചിരിയൊക്കെ? മുഖത്തിനൊക്കെ വല്ലാത്തൊരു ചുവപ്പും തുടുപ്പും മിനുപ്പും. പല്ലവിയുടെ തോളിൽ തട്ടി അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ട് മണിക്കുട്ടി ചോദിച്ചു. അതെ, റൊമാൻസിക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ കണ്ടുപോലെ നിന്റെ മൊത്തം ചുവപ്പ് മറ്റുള്ളവരും കാണും. പല്ലവി മണിക്കുട്ടിയുടെ ചെവിക്കരികിൽ പോയി രഹസ്യമായി പറഞ്ഞുകൊണ്ട് അവിടെ മുഖത്തേക്ക് നോക്കിയതും മണിക്കുട്ടി വിളറിയെന്ന് ചിരിച്ചു. കണ്ടു അല്ലേ എന്നൊരു ധ്വനി കൂടി അതിലുണ്ടായിരുന്നു. പിന്നെയൊന്നും പറയാതെ കൊച്ച് ആപ്പിളും കടിച്ച് അവിടെ ഇരുന്നു. പല്ലവി അവളുടെ ഭാവങ്ങൾ കണ്ട് ചിരിച്ചുകൊണ്ട് അച്ചുവിനെ ഒരുക്കുന്നത് നോക്കി നിന്നു. റീന സാരി ഉടുപ്പിച്ചു കഴിഞ്ഞ് പല്ലവി അച്ചുവിനെ മുടി കെട്ടിക്കൊടുത്തു, പൂവും ചൂടി. അപ്പോഴേക്കും പാലുകൊണ്ട് പത്മിനി അങ്ങോട്ട് വന്നു. ഒരുക്കം കഴിഞ്ഞ് പത്മിനി അച്ചുവിന്റെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് കൊടുത്തു. അച്ചു നിറച്ചിരിയോടെ അവരെ നോക്കി. ആ പാൽ ഗ്ലാസ് എന്ന കൈകളിലേക്ക് 10 മാസങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കൊടുക്കാൻ മാതാശ്രീയുടെ അനുഗ്രഹങ്ങൾ വാങ്ങുക. നമ്പൂതിരി ഭാഷയിൽ മണിക്കുട്ടിയുടെ കമന്റ് കേട്ടതും എല്ലാവരും ചിരിച്ചു. പത്മിനി അവളുടെ തലക്കിട്ട് ഒരു കിഴുക്ക് കൊടുത്തു. മോള് ചെല്ല്, പവിമോള് ഈ കഴുതയും കൂടെ വരും. മണിക്കുട്ടിയെ കണ്ണുരുട്ടി കാണിച്ച് പത്മിനി അശ്വിനോട് പറഞ്ഞു. മുറി വിട്ടിറങ്ങുന്നതിന് മുമ്പേ മണിക്കുട്ടി തിരിഞ്ഞ് റീനയുടെ അടുത്തേക്ക് വന്നു.
അതെ, പെൺപിള്ളേരെ ഓരോന്ന് കെട്ടി പിള്ളേരാവറായി. മോനോട് ഇടയ്ക്കതൊക്കെ ഒന്ന് സൂചിപ്പിച്ചേരും. ഞാനിവിടെ മൂത്തരച്ചിരിക്കുകയാണെന്ന്. ഈ പെണ്ണിന് ഞാൻ വലിയ കാര്യം പോലെ റീനയോട് പറഞ്ഞു തരുന്നതിന് മുമ്പേ പത്മിനി അവിടെ ചെവിക്കടിക്കാൻ വന്നു. ഉള്ള ജീവനും പിടിച്ച് മണിക്കുട്ടി അവിടെ നിന്ന് 100 പാഞ്ഞു ഓടിയിരുന്നു. ദൈവമേ, കാവടി തുള്ളിയാ പോകുന്നു. എന്താവോ എന്തോ. ഉണ്ണിയുടെ റൂമിലേക്ക് ടെൻഷനൊന്നുമില്ലാതെ ചിരിയോടെ കയറി പോകുന്ന അച്ചുവിനെ നോക്കി പല്ലവിയോട് മണിക്കുട്ടി പറഞ്ഞു. പല്ലവി അത് ചിരിയോടെ നോക്കി നിന്നു. അപ്പൊ ശരി ചേച്ചി കുട്ടി, ഗുഡ് നൈറ്റ്. പല്ലവിയുടെ കവളിൽ ഉമ്മയിച്ചുകൊണ്ട് മണിക്കുട്ടിയുടെ റൂമിലേക്ക് പോയി. പല്ലവി മെല്ലെ അരിച്ചരിച്ച് അവരുടെ മുറിയിലേക്കും പോയി. ഹെഡ് റെസ്റ്റിൽ ചാരിയിരിക്കുന്ന ഉണ്ണിയുടെ നെഞ്ചിലേക്ക് ചേർന്നിരിക്കുകയാണ് അച്ചു. പകുതി കുടിച്ച പാൽ ഗ്ലാസ് ബെഡിനോരത്തുള്ള കുഞ്ഞു ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അച്ചുവിന്റെ മുഖത്തെ സന്തോഷം 1000 പൂർണ്ണചന്ദ്രന്റെ തിളക്കത്തിന് തുല്യമായിരുന്നു. എന്താടാ? അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് അവൻ വിളിയിട്ട്. ഇനി ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയോ? അവളുടെ നെറുകിലെ ഒരു ചുംബനമായിരുന്നു അതിനുള്ള അവന്റെ മറുപടി. കാരണം ഉണ്ണിയും അത്രയും സന്തോഷത്തിലായിരുന്നു. അവനൊരു ചിരിയോട് അവൾക്ക് പറയാനുള്ള കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് എന്നെ പോലെ സന്തോഷിച്ച മറ്റാരും ഉണ്ടാവില്ല ഉണ്ണിയേട്ടാ. ഈ വീട്ടിലെ മരുമകളായിട്ട് വരാൻ എത്ര നാളെ ഞാൻ കാത്തിരിക്കുന്നു എന്നറിയോ? ഇതുപോലൊരു ഫാമിലി ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കുടുംബം, എപ്പോഴും കളിയും ചിരിയും തമാശയായി. എന്ത് രസമാണെന്ന് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒന്നുണ്ട്. ഉണ്ണി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താണെന്നോ, എൻ്റെ വീട്ടിലുള്ളതിനേക്കാൾ ഞാനിവിടെ ഹാപ്പി ആയിരിക്കും. അത് കേൾക്കാൻ ഉണ്ണിക്ക് ഒത്തിരി സന്തോഷം തോന്നി. തൻ്റെ കുടുംബത്തെ ഓർത്ത് അഭിമാനം തോന്നി. വക്കീലേ, എന്താടി ഉണ്ടച്ചി? താങ്ക്സ്. എന്തിന്? അവൻ്റെ കണ്ണു മിഴിഞ്ഞു. പരിചയപ്പെട്ട അന്ന് മുതൽ എന്നെ പ്രണയം കൊണ്ട് മൂടിയതിന്, എൻ്റെ ഫാമിലിയിൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ എനിക്ക് താങ്ങായി കൂടെ നിന്നതിന്, ഇത്രയും വർഷങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരുന്നതിന്, ഈ കുടുംബത്തെ എനിക്ക് തന്നതിന്, ഇപ്പതേ ഈ താലി ചാർത്തി എന്നെ സ്വന്തമാക്കിയതിന് ഒത്തിരി 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 സന്തോഷം തോന്നി. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടം തോന്നുക എൻ്റെ വക്കീലിനോട്. അത്രയും പറയുമ്പോഴേക്ക് അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉണ്ണിയൊരു ചിരിയോടെ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എൻ്റെ പൊന്ന അച്ചൂട്ടി, നേർച്ചപ്പെട്ടിയിൽ കാശിട്ടും തിങ്കളാഴ്ച നോയുമ്പോൾ നോറ്റു. 12 കൊല്ലമായിട്ട് കാത്തിരുന്ന് കിട്ടിയ ആദ്യത്തെ ആദിരാത്രിയാ. നീ ഇങ്ങനെ കരഞ്ഞെന്നെ സെൻറ്റി അടിപ്പിക്കലടാ, പ്ലീസ്. അച്ചോടാ, ഞാൻ ഓർത്തില്ല എൻ്റെ കെട്ടിയൊരു നിഷ്കു പയ്യനാണെന്ന്. അതിനവൻ ചുണ്ട് വിളർത്തി തലയാട്ടി കാണിച്ചതും ഞൊടിയിടയിൽ അച്ചു അവൻ്റെ കീഴ്ചുണ്ടിനെ കടിച്ചു വലിച്ചു നുണഞ്ഞു. ഉണ്ണിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവളെ ചുറ്റിയിരുന്ന അവൻ്റെ കൈകൾ മുറുകി. അവളുടെ ചുണ്ടുകളുടെ മൃദുലതയിൽ അവൻ്റെ ശരീരം ചൂടുപിടിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. ഉണ്ണി അച്ചുവിനെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ശക്തമായി അവളുടെ ചുണ്ടുകളെ നുണഞ്ഞെടുത്തു. ഇരു ശരീരങ്ങളും ചൂട് പിടിച്ചു. അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടക്കുന്ന അവൻ്റെ കൈകൾ അവളിൽ പിടച്ചിലുണ്ടാക്കി. വസ്ത്രങ്ങൾ അഴിഞ്ഞു മാറുന്നതിനനുസരിച്ച് അവരുടെ ചുണ്ടുകളുടെയും കൈകളുടെയും ചലനം അതിർവരമ്പുകൾ കടന്നുകൊണ്ടിരുന്നു. അത്രയും നാൾ കാത്തുവച്ചിരുന്ന പ്രണയവും മോഹവും പരസ്പരം പങ്കുവച്ചു. നഗ്നമായ ഉടലുകൾ തമ്മിൽ കൂടിച്ചേർന്നു. കാലുകൾ തമ്മിൽ ചുറ്റി പിണഞ്ഞു. കോർത്തു പിടിച്ച കൈകളുടെ മുറുക്കം വർദ്ധിച്ചു. ആ 4 ചുമരുകൾക്കുള്ളിൽ അവരുടെ സീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു. പരസ്പരം പ്രണയിച്ചു. മതിവരാതെ. നിമിഷങ്ങൾക്ക് ശേഷം തളർന്ന് അവളുടെ മാറിലേക്ക് വീഴുമ്പോൾ രണ്ടാളും തളർന്നിരുന്നു. അപ്പോഴും ഇരുവരുടെയും ചുണ്ടുകളിൽ സംതൃപ്തിയുടെ പുഞ്ചിരി ഉണ്ടായിരുന്നു. നീണ്ടകാലത്തെ പ്രണയം സ്വന്തമാക്കിയതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയേട്ടൻ്റെ മാവും പൂത്ത് ഗോയിസ്. ഹോ, സമാധാനം. ഇനി വേറെ 2 കൂടി ഉണ്ടല്ലോ. അതും കൂടെ ഒരു കരക്കടുപ്പിച്ചിട്ട് വേണം എനിക്കെൻ്റെ വില്ലനെ ഇറക്കാൻ. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.